ബോളിവുഡ് സിനിമ പറഞ്ഞാൽ നമുക്ക് എന്താ ഓർമ്മ വരിക? നെപ്പോട്ടിസം, സെമി ന്യൂഡ്, ഗ്ലാമർ, ഇതിനൊക്കെ കളിയാക്കിയിട്ട് എടുത്ത ഒരു സീരീസ് ആണ് ബാഡ്സ് ഓഫ് ബോളിവുഡ്. ഷാറുഖ് ഖാന്റെ മകനായ ആര്യൻ ഖാനാണ് ഈ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ടും ഇപ്പോഴും നടക്കണ ബോളിവുഡ് സിനിമയിലെ പൊളിറ്റിക്സ്, ബിട്രയല്, ഇൻഡസ്ട്രിയൽ പൊളിറ്റിക്സ്, കോൺട്രാക്ട് പൊളിറ്റിക്സ്, നെപ്പോട്ടിസം, ഇതിനൊക്കെ ശരിക്കും ഊക്കി തന്നെ ആര്യൻ ഖാൻ വിട്ടിട്ടുണ്ട്. കഥയുടെ തുടക്കത്തിൽ ആസ്മാൻ എന്ന പ്രതാപശാലിയായ ഒരുത്തന്റെ കഥ തുടങ്ങുന്നത് നെപ്പോട്ടിസവും സ്റ്റാർ പവറും മൂലം ഫെയിം ഇഴഞ്ഞ് കിട്ടാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ് ഈ സീരീസ് ആക്ച്വലി തുടങ്ങുന്നത്. 7 എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ സിനിമ കാണുന്ന പോലെ ചടചടന്ന് പെട്ടെന്ന് തന്നെ പോയി കിട്ടി. അത്യാവശ്യം ബോളിവുഡിലെ എല്ലാ നടന്മാരും ക്യാമി അപ്പിയറൻസിൽ ഈ സിനിമ വരുന്നതും കൊണ്ട് നല്ല രസമായിരുന്നു സിനിമ കാണാൻ. ആസ്മാൻ എന്ന കഥാപാത്രം ചെയ്ത ലക്ഷ്യ ലാൽവണ്യാണ്. അദ്ദേഹം നല്ല ആംബിറ്റിയസ് ആണ്. അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, അത് ആളുടെ പാഷനാണ്. പുത്തനൊരു താരമായി അവന്റെ ഹൃദയം ശരിക്കും പറയാൻ എനർജി നെഞ്ചിലേറ്റുക തന്നെ ചെയ്തു. സപ്പോർട്ടീവായിട്ട് കരിഷ്മ എന്ന ക്യാരക്ടറും ഉണ്ട്, ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ, അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. കുറച്ചുള്ളെങ്കിലും ഇത് നല്ല ഒരു കെമിസ്ട്രി അതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഗസ്റ്റ് റോളും കൊണ്ട് ഒരു കൂമ്പാരമാണ്. എല്ലാ നടന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നെപ്പോട്ടിസം, ഗ്ലാമറസ്, ഇതിനെല്ലാം നല്ല കോമഡി ആയിട്ട് തന്നെ ഈ സിനിമയിൽ കളിയാക്കിയിട്ടുണ്ട്. സ്ലോ മോഷനിൽ നടത്താൻ മടിയിടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്പൂഫ് പോലെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ശരിക്കും ബോളിവുഡിൽ ഇപ്പൊ നടക്കണ കാര്യങ്ങൾ അതേപോലെ ജസ്റ്റ് ഒരു ക്യാമറ വെച്ചിട്ട് വെറുതെ ഷൂട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും?